മാരായ ഇമാമിങ്ങൾ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജ്. അതിൽ തന്നെ നമുക്ക് കാണാം, വിട്ടുവീഴ്ച ചെയ്യൽ സുന്നത്തുൻ മുഅക്കദതുൻ, അത് ശക്തമായ സുന്നത്താണ്. വബിഗൈരി മാലിൻ അഫ്ളലു, 5 പൈസ വാങ്ങാതെ വിട്ടുവീഴ്ച ചെയ്താൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. അല്ല പണം വാങ്ങിയിട്ട് നഷ്ടം വാങ്ങിയിട്ടും വിട്ടുവീഴ്ച ആകാം, രണ്ടും സുന്നത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു കൊലയാളിയെ കൊണ്ടുവന്ന് ഹാജരാക്കി. കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ബോധിപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ച് അദ്ദേഹം കൊലക്കുറ്റം സമ്മതിച്ചു. ആ സമ്മതിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ, പകരം കൊല്ലാതെ. അത് കുടുംബത്തിന്റെ അവകാശമാണ്, വിട്ടുകൊടുക്കാൻ അവർക്ക് അധികാരമുണ്ട്. നീ വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏത് ഇത്തരം കേസുകൾ വന്നാലും വിട്ടുവീഴ്ച ചെയ്യാൻ നബി തങ്ങൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. അങ്ങനെ നിർദ്ദേശം കൊടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അദ്ദേഹം കൂട്ടാക്കിയില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇത് ഹബ്ബിഹി, നായാളെ കൂട്ടി പോയിക്കോ, കൊല നടത്തിക്കോ. പക്ഷേ പോകുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആ കൊലയാളിയെ കൊന്നാൽ കൊന്ന ഇദ്ദേഹം നരകത്തിലാണ്. അതെന്താ കാരണം? അയാൾ അവകാശമല്ലേ, അയാൾ അവകാശമാണ്. അവകാശം ചെയ്തതിന്റെ പേരിലല്ല നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ കാരണം ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞു, നബിതങ്ങൾ ഒരു റെക്കമെൻഡ് ചെയ്തില്ലേ, വിട്ടുകൊടുക്കൂ. നബിതങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ സ്വീകരിക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബഹുമാനമാണ്? ആ ബഹുമാനം വേണ്ടതുപോലെ ഇല്ലാതെയായിപ്പോയി എന്നതിന്റെ പേരിലാണ് നരകത്ത് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, കൊലക്കറ്റം ചെയ്തവരെ കൊന്നേ പറ്റൂ, അങ്ങനെ ഇസ്ലാമിലില്ല. അത് പണ്ഡിതന്മാർക്കറിയാം. അപ്പൊ പണ്ഡിതന്മാർ ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോ ജാഹിലീങ്ങൾ നിയമം പറയാൻ വരരുത്. വിവരമില്ലാത്തവൻ തലയെക്കെട്ട് കിട്ടിക്കൊണ്ട് വിവരം ഉണ്ടാവില്ല, അതുപോലെ താടിയുള്ള കൊണ്ട് വിവരം ഉണ്ടാവില്ല. അങ്ങനെയാണ് വലിയ വലിയ സിക്കാറൊക്കെ വലിയ ആലിമീങ്ങളാണെന്ന് പറയേണ്ടി വരും. ഇൽമ് എന്ന് പറയുന്നത് അത് നന്നായി ഖുർആനും ഹദീസും അതനുസരിച്ച് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളെ കിതാബുകളും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പറയേണ്ട സംഗതിയാണ് ഇൽമ്.